അസ്സലാമു അലൈക്കും. യഥാർത്ഥത്തിൽ ഈസാ നബി മരണപ്പെട്ടിട്ടുണ്ടോ? യഥാർത്ഥ സംഭവം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് നോക്കാം. അധ്യായം 4 സൂറ നിസാഹിലെ 157, 158, 159. അള്ളാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ മസീഹ് ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷെ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈസയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു. ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് ആ കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ അള്ളാഹു അവങ്കിലേക്ക് ഉയർത്തുകയത്ര ചെയ്തത്. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാണ്. ഇവിടെ പറയുന്നുണ്ട് കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിനാൽ അവർ ശപിക്കപ്പെട്ടു എന്നും, വാസ്തവത്തിൽ അവർ കൊന്നിട്ടില്ല എന്നാണ് പറയുന്നത്, ക്രൂശിച്ചിട്ടില്ല. അള്ളാഹു അവനിലേക്ക് ഉയർത്തിയെന്നാണ് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നത്. തീർച്ചയായും ഈസാ നബിയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ് എന്ന് പറയുന്നത്. അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവും ഇല്ല. അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത്. അദ്ദേഹത്തെ അള്ളാഹു അവങ്കിലേക്ക് ഉയർത്തുകയത്ര ചെയ്തത്. വേദക്കാരിൽ ആരും തന്നെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈസാ നബിയുടെ മരണത്തിന് മുന്നേ അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായി ഉണ്ടായില്ല. വേദക്കാരിൽ ആരും തന്നെ അദ്ദേഹത്തിന്റെ ഈസയുടെ മരണത്തിന് മുൻപ് അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായി ഉണ്ടാവുകയില്ല. അദ്ദേഹം ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട്. എന്നാലോ അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി അവിടെ ഭിന്നിപ്പ് വന്നു. പിന്നെ യഥാർത്ഥ പ്രവാചകനെ അവർ ദൈവമായിട്ട് സ്വീകരിച്ചു. ആ ഒരു കാരണത്താലാണ് അവർക്കെതിരെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഈസാ നബി സാക്ഷിയാവുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് അവർക്കെതിരിലാണ് സാക്ഷിയാവുന്നത്. അപ്പൊ അവർക്കെതിരെ സാക്ഷിയാവണമെങ്കിൽ ഈസാ നബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവർ ചെയ്തിട്ടുണ്ട്. ഈസാ നബിയെ ദൈവമായിട്ട് ആരാധിച്ചു.